പൗരത്വം നിർണ്ണയിക്കൽ ന്യായവും സുതാര്യവുമാകണമെന്ന് സുപ്രീം കോടതി. അസമിൽ 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച ഉത്തരവ് റദ്ദാക്കി. പൗരത്വ കേസ് പുനഃപരിശോധിക്കുവാൻ ട്രൈബ്യൂണലിന് നിർദ്ദേശം നൽകി കോടതി ഉത്തരവ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഇതാ കേന്ദ്രത്തിന് വലിയൊരു തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പൗരത്വം നിർണ്ണയിക്കൽ ന്യായവും സുതാര്യവുമാകണമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. വിശദാംശങ്ങൾ. സുന്ദരി, വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം അസാമിൽ 27 പേരെയാണ് ഇത്തരത്തിൽ പൗരത്വം റദ്ദാക്കിക്കൊണ്ട് അവരെ വിദേശികളെന്ന് പ്രഖ്യാപിക്കുന്ന നടപടി ഗുവാഹത്തി ഹൈക്കോടതിയുടെയും അതോടൊപ്പം തന്നെ ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏതായാലും ഇവർ ചിലർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ സർക്കാർ രേഖകളിലെ അടക്കം ചില പേരുകളിലുള്ള പിശകുകളാണ് ഇത്തരത്തിൽ പൗരത്വം റദ്ദാക്കുന്നതിലേക്ക് നയിച്ചത് എന്നതടക്കം വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത് പൗരത്വം നിർണ്ണയിക്കുന്നത് സുതാര്യവും അതോടൊപ്പം തന്നെ നീതിപൂർവവുമായിരിക്കണമെന്നതാണ് സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ 27 പേരുടെ പൗരത്വം റദ്ദാക്കിയ നടപടി അത് റദ്ദാക്കുകയും ചെയ്തു. വീണ്ടും ഇവരുടെ രേഖകൾ പുനഃപരിശോധിക്കണമെന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ജൂണിൽ ഇത്തരത്തിൽ പൗരത്വം റദ്ദാക്കി 5 പേരെ നാടുകടത്താനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് സുപ്രീം കോടതി അതും റദ്ദാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച ട്രിബ്യൂണലിന്റെ അടക്കം തീരുമാനം സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. സിന്ധൂരി. ശരി വിഷ്ണു, പൗരത്വം നിർണ്ണയിക്കൽ ന്യായവും സുതാര്യവുമാകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അസമിൽ 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി സുപ്രധാനമായി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.